കൊച്ചിയിലെ കോറോ ഹെൽത്ത് സ്ഥാപനത്തിൽ കൂട്ടമായി പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം നൽകും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ കമ്പനി അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഈ മാസം 26-ന് മുൻപ് പണം നൽകാനാണ് ധാരണ. പിരിച്ചുവിട്ട ജീവനക്കാർക്ക് മറ്റൊരു ജോലി ലഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. ധാരണയിൽ തൃപ്തരാണെന്ന് കമ്പനി അധികൃതരും പ്രതികരിച്ചു. ഫലപ്രദമായ ഒരു ചർച്ചയായിരുന്നു. ചർച്ചയ്ക്കൊടുവിൽ നമ്മുടെ ജീവനക്കാരുടെ കൺസേൺ, ജീവനക്കാരുടെ താല്പര്യം അത് പരിഗണിച്ചാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ആ തീരുമാനം എന്ന് പറയുന്നത് കമ്പനി ഒരു 12% ആളുകളെ റീലൊക്കേറ്റ് ചെയ്യാൻ, മറ്റ് സെന്റേഴ്സിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ തയ്യാറാണെന്നാണ് ആദ്യം അറിയിച്ചത്. ഞങ്ങളത് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ജീവനക്കാരുമായി നടത്തിയ ചർച്ചയിൽ മറ്റ് സെന്റേഴ്സിലേക്ക് പോയാൽ ഒരു തൊഴിൽ സുരക്ഷിതത്വം യാതൊരു ഉറപ്പുമില്ലാത്ത സാഹചര്യമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ നിർദ്ദേശത്തെ നിരാകരിച്ചു. 5 മാസത്തെ ഗ്രോസ് സാലറി മുഴുവൻ എംപ്ലോയീസിനും, അതായത് ആദ്യം കൊടുത്ത 2 മാസം കൂടാതെ ഗ്രോസ് സാലറി 5 മാസത്തേക്കുള്ളത് 26-ാം തീയതി തന്നെ കൊടുക്കാമെന്ന് കമ്പനി സമ്മതിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അതുപോലെ റിലീവിംഗ് ലെറ്റേഴ്സും അതർ റിലവന്റ് ഡോക്യുമെന്റ്സും, ജീവനക്കാർക്ക് ആവശ്യമായ എല്ലാ റിലവന്റ് ഡോക്യുമെന്റ്സും കമ്പനി 26-ാം തീയതിക്ക് മുന്നേ കൊടുക്കുക. ഒരു അഡ്വേഴ്സ് റിമാർക്സും ഇല്ലാതെ തന്നെ. അതോടൊപ്പം ഫ്യൂച്ചർ എംപ്ലോയ്മെന്റിന് വളരെ ഗുണപ്രദമാകുന്ന രീതിയിലുള്ള ഡോക്യുമെന്റ്സ് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം സ്മൂത്ത് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ. ഇനി ഒരു കമ്പനിയിൽ പോയാൽ സ്വാഭാവികമായിട്ടും പ്രവർത്തിച്ച കമ്പനിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഉണ്ടാകും. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്ദു, വലിയ പ്രശ്നമായിരുന്നു, വലിയ പ്രതിസന്ധിയായിരുന്നു. സർക്കാർ ഇടപെടുന്നു. ഈ ഒരു ഫോർമുലയിൽ 5 മാസത്തെ ഗ്രോസ് സാലറി, അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി കിട്ടാനുള്ള ലഭ്യത ഉറപ്പാക്കാനുള്ള സഹായവും, ഇത് രണ്ടിലും തൃപ്തരാണോ ഈ ജീവനക്കാർ? ആര്യ, തൃപ്തി അറിയിക്കുന്നുണ്ട് ജീവനക്കാർ. കാരണം കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് അവരെ വേട്ടയാടിയിരുന്ന ഒരു പ്രശ്നമായിരുന്നു എന്ന് തന്നെ പറയാം. പെട്ടെന്നൊരു ദിവസം ജോലിയിൽ നിന്ന് വിരിച്ചുവിടുന്നു, മുൻപോട്ട് എന്തെന്നറിയില്ല, അവരുടെ രേഖകൾ അവരുടെ കയ്യിൽ കൃത്യമായില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയായിരുന്നു ജീവനക്കാർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അന്നു മുതൽ തന്നെ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും അതുപോലെ തന്നെ ഉമാ തോമസ് MLAയും അടക്കമുള്ളവർ ഇവർക്ക് സഹായങ്ങൾ അറിയിച്ചുകൊണ്ട് അതുപോലെ തന്നെ പൂർണ്ണ പിന്തുണയുമായി പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രതിനിധികളുമായിട്ട്, കോറോ ഹെൽത്തിന്റെ പ്രതിനിധികളുമായിട്ടുള്ള ചർച്ച പൂർണ്ണമായും ഒരു ധാരണയിലെത്തി, അല്ലെങ്കിൽ ആ ഒരു ചർച്ചയിൽ ഈ ജീവനക്കാർ സംതൃപ്തരാണ് എന്ന് തന്നെ പറയാം. നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 2 മാസത്തെ ഗ്രോസ് സാലറി നൽകിയിരുന്നു. അത് കൂടാതെ തന്നെ 5 മാസത്തെ ഗ്രോസ് സാലറി കൂടെ നൽകും. അത് ഈ മാസം 26-ാം തീയതി തന്നെ നൽകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവനക്കാർക്ക് അതൊരു വലിയ ആശ്വാസമായി മാറുകയാണ്. ഇനി ഒരു 5 മാസം അവർക്ക് പുതിയൊരു ജോലി കണ്ടെത്താനായിട്ടുള്ള സമയം ലഭിക്കും. അതുവരെ തങ്ങൾക്ക് ആശങ്കപ്പെടേണ്ടതില്ലല്ലോ എന്ന ആശ്വാസത്തിലാണ് അവർ. മാത്രമല്ല അവരുടെ എല്ലാവിധത്തിലുള്ള സർട്ടിഫിക്കറ്റുകളും തിരികെ നൽകാനുള്ള ആ ഒരു നടപടി കൂടെ സ്വീകരിക്കണമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല നമുക്കറിയാം, ഇത്തരം ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പെട്ടെന്ന് ഒരിടത്തു നിന്ന് ഒരു സ്ഥാപനത്തിൽ നിന്ന് ജോലിയിൽ നിന്നൊക്കെ പിരിച്ചുവിട്ടവരെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജോലിക്കായി ചെല്ലുമ്പോഴത്തേക്കും അവരുടെ അവിടെ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ കുറച്ചധികം ഉണ്ടാകും. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ ജീവനക്കാർ നേരിടാതിരിക്കാൻ വേണ്ടുന്നതെല്ലാം ചെയ്യാമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ മറ്റ് തരത്തിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഇനി ആവശ്യമുണ്ടെങ്കിൽ അത്തരം സഹായങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ തയ്യാറാണ് എന്നൊരു രീതിയിലാണ് മന്ത്രി സംസാരിച്ചിരിക്കുന്നത്. ആര്യ, ശരി. ഇന്ദുലേഖ രേണുവാണ് വിവരങ്ങൾ നൽകിയത്.